ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രമേയം 8 സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്. There were some highly organized states in Central America. There was a generous surplus of corn which provided the basis for the urbanized civilizations of the Aztecs, Mayas and Incas. മധ്യ അമേരിക്കയിൽ സുസംഘടിതമായ രാഷ്ട്രങ്ങൾ നിലനിന്നിരുന്നു. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് മധ്യ അമേരിക്കയിലെ ആസ്ടെക് സംസ്കാരവും മായൻ സംസ്കാരവും ദക്ഷിണ അമേരിക്കയിലെ ഇൻക സംസ്കാരവുമാണ്. ഈ നഗര സംസ്കാരങ്ങളുടെ അടിത്തറ ചോളത്തിൻ്റെ മിച്ച ഉൽപാദനമായിരുന്നു. Focus area 1. The Aztecs. In the 12th century, the Aztecs had migrated from the north into the central valley of Mexico. They expanded their empire by defeating different tribes. 12ാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകൾ മധ്യ അമേരിക്കയിലേക്ക് കുടിയേറി. വിവിധ ഗോത്രവർഗങ്ങളെ പരാജയപ്പെടുത്തി അവരുടെ സാമ്രാജ്യത്തെ വിപുലപ്പെടുത്തി. ആസ്റ്റക് സൊസൈറ്റി, ആസ്റ്റക് സമൂഹം. Aztec society was hierarchical. First strata of the society were nobles and priests. Nobility were a small minority who occupied high position in the government, army and priesthood. ആസ്റ്റക് സമൂഹം ശ്രേണീബദ്ധമായിരുന്നു. സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ പുരോഹിതരും പ്രഭുക്കന്മാരുമായിരുന്നു. പ്രഭുക്കന്മാർ ചെറിയൊരു വിഭാഗമായിരുന്നെങ്കിലും ഗവൺമെൻറ്, സൈന്യം, പൗരോഹിത്യം എന്നിവയിലെ ഉന്നത പദവികൾ അവരായിരുന്നു വഹിച്ചിരുന്നത്. The nobles chose from among them a supreme leader ruled until his death. The king was regarded as the representative of the sun on earth. Warriors, priests, and nobles were the most respected groups. Traders, teachers, and artisans were respected section in the society. പ്രഭുക്കന്മാർ അവർക്ക് ഇടയിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം മരണം വരെ രാജ്യം ഭരിക്കുകയും ചെയ്തിരുന്നു. രാജാവിനെ സൂര്യദേവന്റെ ഭൂമിയിലെ പ്രതിനിധി ആയിട്ടാണ് കണ്ടിരുന്നത്. യോദ്ധാക്കൾ, പുരോഹിതർ, പ്രഭുക്കൾ എന്നിവരായിരുന്നു സമൂഹത്തിലെ ബഹുമാന്യ വിഭാഗം. കച്ചവടക്കാർ, അധ്യാപകർ, കൈവേലക്കാർ എന്നിവരും ബഹുമാനിക്കപ്പെട്ടിരുന്നു. Tenochtitlan. In 1325, they built the capital city of Tenochtitlan. Their temples were dedicated to sun god and goddess of war. 1325 അവർ തലസ്ഥാന നഗരമായ ടെനോക്ടിലാൻ പണി കഴിപ്പിച്ചു. അവരുടെ ക്ഷേത്രങ്ങൾ സൂര്യദേവനും യുദ്ധദേവനുമായി സമർപ്പിച്ചിരുന്നു. Agriculture, കൃഷി. Land was owned not by individual but by clan. They cultivated corn, beans, squash, pumpkins, potatoes, etc. Peasants are attached to land owned by the nobility. Slavery was prevailed. Sometimes poor sell their children as slaves, but it was only for limited period. ഭൂമിയുടെ ഉടമസ്ഥത വ്യക്തികൾക്ക് ഉണ്ടായിരുന്നില്ല, കുലത്തിനായിരുന്നു. ചോളം, പയർ, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് മുതലായവ കൃഷി ചെയ്തിരുന്നു. കർഷകർ പ്രഭുക്കന്മാരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രഭുക്കന്മാരുടെ ഭൂമിയിലായിരുന്നു കർഷകർ കൃഷി ചെയ്തിരുന്നത്. അടിമത്തം നിലനിന്നിരുന്നു. ചിലപ്പോൾ ദരിദ്രർ അവരുടെ മക്കളെ അടിമകളായി വിറ്റിരുന്നു.
എന്നാൽ കുറച്ചു കാലത്തേക്ക് മാത്രമായിരുന്നു. ചിനാമ്പസ്. Land was limited, so they built artificial islands in Lake Mexico called Chinambas. കൃഷിഭൂമി പരിമിതമായിരുന്നു, അതുകൊണ്ട് മെക്സിക്കൻ തടാകത്തിൽ അവർ കൃത്രിമ തടാകങ്ങൾ നിർമ്മിച്ചു. ഈ കൃത്രിമ തടാകങ്ങളെയാണ് ചിനാമ്പസ് എന്ന് വിളിക്കുന്നത്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. They gave importance to education. They made sure that all children went to school. Children of nobility attended the Kalmakak. They were trained to become military and religious leader. Children of ordinary people went to Tepokalli. They learned history, myths, religion, and ceremonial songs. Boys were given military training and training in agriculture and trade. Girls were trained in domestic skills. ആസ്റ്റക്കുകൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി. പ്രഭുക്കന്മാരുടെ കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളാണ് കൽമെക്കക്. സൈനിക മത നേതാക്കളാകാനുള്ള പരിശീലനം അവർക്ക് ലഭിച്ചു. സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളാണ് ടെപ്പോക്കല്ലി. ചരിത്രം, മിത്തുകൾ, ആചാരപരമായ ഗാനങ്ങൾ എന്നിവ പഠിപ്പിച്ചു. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനവും കാർഷിക പരിശീലനവും നൽകി. പെൺകുട്ടികൾക്ക് വീട്ടുജോലി ചെയ്യുന്നതിന് പരിശീലനം നൽകി. The Mayas, Mayanmar. The Mayan culture developed in Mexico between the 11th and 14th centuries. But in the 16th century, they are less political power than the Aztecs. 11-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് മായൻ സംസ്കാരം മെക്സിക്കോയിൽ വികാസം പ്രാപിച്ചത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകളേക്കാൾ കുറഞ്ഞ രാഷ്ട്രീയ ശക്തി മാത്രമേ മായന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. Corn cultivation provided the basis of their culture. Agriculture generated surplus production which helped the ruling classes. Priests and chiefs to invest in agriculture and in the development of astronomy and mathematics. The Mayas developed a pictographic writing system. മായൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ചോളം കൃഷിയായിരുന്നു. കൃഷിയിൽ മിച്ച ഉൽപാദനം ഉണ്ടായത് ഭരണാധികാരികൾക്ക് സഹായകരമായി. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും വാസ്തുവിദ്യയിലും ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും കൂടുതൽ പണം മുടക്കി. ഇത് ആ മേഖലയുടെ വികാസത്തിന് കാരണമായി. മായന്മാർ ഒരു ചിത്രലിപി വികസിപ്പിച്ചിരുന്നു. The Incas of Peru, പെറുവിലെ ഇങ്കകൾ. The largest of the indigenous civilizations in South America was that of Quechua or Incas in Peru. Inca means emperor who ruled country. In the 11th century, the first Inca, Manco Capac, established his capital at Cusco. The empire extended from Ecuador to Chile, covering 3,000 miles. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമായിരുന്നു പെറുവിലെ ഇങ്കകളുടെ സംസ്കാരം. ഇങ്ക എന്നാൽ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി എന്നാണ്. 11-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ഇങ്ക ചക്രവർത്തി മാൻകോ കാപ്പാക് തലസ്ഥാനമായ കുസ്കോ പണികഴിപ്പിച്ചു. ഇങ്ക സാമ്രാജ്യം ഇക്വഡോർ മുതൽ ചിലി വരെ 3000 മൈൽ വ്യാപിച്ചു കിടന്നിരുന്നു. അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം.
Incas established a centralized administrative system. King was the highest source of authority. Their court language was Quechua. Each tribe was ruled independently by a council of elders, but all tribes were loyal to the ruler. Thus, like the Aztec Empire, Inca Empire was a confederacy. കേന്ദ്രീകൃത ഭരണ സംവിധാനം നിലനിന്നിരുന്നു. അധികാരം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. അവരുടെ രാജസദസ്സിലെ ഭാഷ കൊച്ചുവ ഭാഷയായിരുന്നു. ഓരോ ഗോത്രവും സ്വതന്ത്ര ഭരണം നടത്തിയിരുന്നു. ഗോത്രഭരണം നടത്തിയത് മുതിർന്നവരുടെ കൗൺസിലായിരുന്നു. എന്നാൽ എല്ലാ ഗോത്രങ്ങളും ഭരണാധികാരികളോട് കൂറു പുലർത്തിയിരുന്നു. ആസ്റ്റക് സാമ്രാജ്യം പോലെ ഇൻക സാമ്രാജ്യവും ഒരു കോൺഫെഡറസി ആയിരുന്നു. ആർക്കിടെക്ചർ, വാസ്തുശില്പകല. ദ ഇൻകാസ് വെർ ഗ്രേറ്റ് ബിൽഡേഴ്സ്. They built roads, forts, temples, and buildings. Their forts were built of stone slabs. They did not have wheeled vehicle to transport this. So their labor was effectively used to transport these huge slabs. ഇങ്കകൾ വലിയ നിർമ്മാതാക്കളായിരുന്നു. റോഡുകൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ എന്നിവ പണികഴിപ്പിച്ചിരുന്നു. അവർ കോട്ടകൾ നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടുള്ള സ്ലാബ് ഉപയോഗിച്ചായിരുന്നു. അവർക്ക് ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യപ്രയത്നം ഉപയോഗിച്ചായിരുന്നു കല്ലുകൾ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നത്. അഗ്രികൾച്ചർ, കൃഷി. അഗ്രികൾച്ചർ വാസ് ദ ബേസിസ് ഓഫ് ഇൻക സിവിലൈസേഷൻ. They practiced terraced hillside cultivation and developed a system of irrigation. They produced corn, potatoes, and red llamas for food and labor. Their weaving and pottery were high quality. ഇൻക സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം കൃഷിയായിരുന്നു. മലയുടെ ചരുവിൽ തട്ടുകളാക്കി അവർ കൃഷി ചെയ്തിരുന്നു. ചോളം, ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു. ലാമ വർഗത്തിലുള്ള ആടുകളെ ഭക്ഷണത്തിനായും പണിയെടുപ്പിക്കാനായും വളർത്തിയിരുന്നു. ഗുണനിലവാരമുള്ള മൺപാത്രങ്ങളും വസ്ത്രങ്ങളും അവർ നെയ്തിരുന്നു. They did not develop a system of writing. There was an accounting system. Quipu or codes were used for mathematical calculation. Notes were made upon which indicate specific mathematical units. ഇങ്കകൾക്ക് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല, പക്ഷേ കണക്ക് കൂട്ടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ക്യൂപ്പു അഥവാ ചരടുകളിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളാണിവ. ഇത് ഉപയോഗിച്ചാണ് കണക്ക് കൂട്ടിയിരുന്നത്. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ആസ്റ്റെക്സ് ആൻഡ് ഇൻക കൾച്ചർ. ആസ്റ്റക് സംസ്കാരത്തിനും ഇൻക സംസ്കാരത്തിനുമുള്ള പൊതു സവിശേഷതകൾ. Their culture were very different from European culture. Their society was hierarchical. There was no private property. Shamans and priests were given importance to the society. They built temples. They had no value in gold and silver. These are the main contrast to contemporary European society. അവരുടെ സംസ്കാരം യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവരുടെ സമൂഹം ശ്രേണീബദ്ധമായിരുന്നു. സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർക്കും ഷമാന്മാർക്കും സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്നു. അവർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. സ്വർണത്തിനും വെള്ളിക്കും അവർ വലിയ മൂല്യം കൽപ്പിച്ചിരുന്നില്ല.